കേരളം പോലെയുള്ള സ്ഥലത്ത് പോലും പ്രവർത്തിക്കാൻ RS പോലുള്ള സംഘങ്ങൾ കഴിയുന്നു. അപ്പോൾ മറ്റുള്ള പാർട്ടിക്കാർ ഇവരിന്ന് പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മളെ RS BJP പഠിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് ചോദിക്കുന്നത്. പക്ഷേ ഉണ്ട്. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ പ്രവർത്തന രീതിയാണ് അവരിപ്പോൾ പിന്തുടരുന്നത്. 50,000-ഓളം ഡ്രോയിങ് റൂം മീറ്റിംഗുകൾ നടത്തിയതാണ്. ഓരോ വീടിനകത്തോട്ട് 50,000-ഓളം മീറ്റിംഗുകൾ RS വീടിനകത്തോട്ട് കയറി ഇരുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന 50,000 മീറ്റിംഗുകളാണ്. മാത്രമല്ല നമ്മുടെ അയോധ്യ ക്ഷേത്രത്തിലുള്ള എന്താണ് കൊണ്ടുവന്നത് വിജയകുമാർ? ഒരു സംഭവം കേരളത്തിൽ അയോധ്യ ക്ഷേത്രത്തിൽ അതിന്റെ പേര് ഒരു സംഭവം. ആ സാധനം 35 ലക്ഷം വീടുകൾ കൊടുത്തു എന്നാ പറഞ്ഞു. 35 ലക്ഷം വീടുകളിൽ 4 വോട്ടർമാരുണ്ടെന്ന് ഇരിക്കെ 35 ലക്ഷത്തിന്റെ 4 ഗുണം 1.25 കോടി വോട്ടർമാരെ സ്വാധീനിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ RSS സഹകരിക്കാത്തത് കൊണ്ടാണ് എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ BJPക്ക് വേണ്ടി ഗ്രൗണ്ടിൽ RSS വർക്ക് ചെയ്തു. അതിന്റെ റിസൾട്ട് ഉണ്ടായി. മഹാരാഷ്ട്രയിലും അതിന് സമാനമായ വർക്ക് നടന്നു. അതുപോലെ തന്നെ ഡൽഹിയിലും BJP 40-30 മാറി 41 BJP ആം ആദ്മി പാർട്ടി 21 അങ്ങനെ നിൽക്കുക. അപ്പൊ ഡൽഹിയിലും അതേ വർക്കാണ് നടന്നത്. ഗ്രൗണ്ടിൽ വീടുകളിൽ നടക്കുക, കുടുംബയോഗങ്ങൾ വിളിക്കുക, നേതാക്കന്മാർ പങ്കെടുക്കുക. ആ മട്ടിൽ RSS ആസൂത്രണം ചെയ്തിരുന്നു കാര്യമായിട്ട്. അതിനിടയിൽ മഹാരാഷ്ട്രയിൽ ഇന്നലെയൊക്കെ രാഹുൽ ഗാന്ധി അതിഗുരുതരമായ ചില ആരോപണങ്ങളുണ്ട്. അവിടുത്തെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ അവിടെ മഹാരാഷ്ട്രയിലുള്ള ടോട്ടൽ പോപ്പുലേഷനേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു എന്നതാണ് ഈ കണക്കുകൾ പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ വോട്ട് രേഖകൾ തരണമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി. അത് ഒരു സൈഡിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പറയുന്നു കമന്റ് ബോക്സിലെ ആഷ്മിക്ക് എക്സ്ട്രാ സാലറി കൊടുക്കണം. അത് വേണം.